ഹലോ നമസ്കാരം. എല്ലാവർക്കും ജേഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കെ മോസസിൻ്റെ വൈരം എന്ന നോവലിൻ്റെ 3-ാമത്തെ അധ്യായം. നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, അത് കളഞ്ഞ് ജീവിക്കരുത്. ദീപയുടെ മുഖം ചുവന്നു. മോള് കരുതുന്നത് പോലെ അവർ അലവലാദികളൊന്നുമല്ല. രേവതി അമ്മ ദീപയെ സമാധാനപ്പെടുത്തി. എൻ്റെ കൂട്ടുകാരിയുടെ കുട്ടിയാണ്, അവളുടെ ചേച്ചിയാണ് ഭദ്രൻ കൊന്നത്. ഇപ്പോൾ അവൻ അവളെ ഉപദ്രവിക്കാൻ വന്നു. ആ കുടുംബത്തിന് നമ്മളൊരു സഹായം ചെയ്യുന്നതാണ്. ഈശ്വരൻ നല്ലതേ വരുത്തൂ. ദീപ കണ്ടിട്ടുണ്ടോ ഗീതയെ? ഇല്ല. കാണണം, നിനക്കവളെ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് സാധുവാ, രേവതി അമ്മ പറഞ്ഞു. പിന്നെ ദീപ ഒന്നും പറഞ്ഞില്ല. എന്നാലും മുഖത്ത് വെറുപ്പ് പ്രകടമായിരുന്നു. CI രാജേന്ദ്രൻ പരുന്തുറുമ്പാൻ്റെ ഗണേശൻ്റെയും പ്രേതങ്ങൾ പരിശോധിച്ചു. ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയായിരുന്നു. പോലീസ് ജനക്കൂട്ടത്തിലെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. 2-3 ജീപ്പുകൾ നിറയെ ആളുകൾ വന്നിറങ്ങി. ഉറുമ്പാൻ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകനാണ്. റംബാനെ പോലീസ് അകാരണമായി വെടിവെക്കുകയായിരുന്നു. കൊലയാളിയെ SP മനു ശങ്കറെ അറസ്റ്റ് ചെയ്യുക. റംബാൻ ഞങ്ങളുടെ പാർട്ടിയുടെ രക്തസാക്ഷിയാണ്. അവർ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും തിക്കിക്കയറി. പോലീസ് അവരെ തടയാൻ ശ്രമിച്ചു. പ്രക്ഷോഭകാരികൾ പോലീസിനെ കല്ലെറിഞ്ഞു. ജനങ്ങൾ പിരിഞ്ഞു പോകുക. പ്രേതവിചാരണ നടത്തുന്ന പോലീസിനെ തടസ്സപ്പെടുത്തരുത്, CI രാജേന്ദ്രൻ മെഗാഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. SP കാർ അവിടെ എത്തി. ജനക്കൂട്ടം കാരണം മനുവിന് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ പിരിഞ്ഞു പോവുക. രാജേന്ദ്രൻ വീണ്ടും മുന്നറിയിപ്പ് കൊടുത്തു. നീ പോടാ ഡാഷെ, ഞങ്ങളുടെ രക്തസാക്ഷിയുടെ ശവമായി ഞങ്ങൾക്ക് പോകുന്നുള്ളൂ. അടിക്കടാ അവനെ. ആൾക്കൂട്ടത്തിൽ നിന്നും കറുത്ത തടിയനായ ഒരു മനുഷ്യൻ അലറി തുരുതുര കല്ലുകൾ CI രാജേന്ദ്രമേൽ പതിച്ചു. മെഗാഫോൺ തെറിച്ചുപോയി. ചാർജ്! തിക്കിത്തിരക്കി അവിടെ എത്തിയ മനു ശങ്കർ അലറി. അധ്യായം 5. ഏറുകൊണ്ട CI രാജേന്ദ്രനെ നെറ്റിമുറിഞ്ഞു. പോലീസ് കലാപകാരികളെ ലാത്തിച്ചാർജ് ചെയ്തു. മനു ക്യാമ്പിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുത്തു, കൂടുതൽ പോലീസ് വരുവാൻ വേണ്ടിയിട്ട്. നാട്ടുകാരെ ഒഴിഞ്ഞു മാറിയിട്ട് കുറേ ആളുകൾ എതിർത്തു നിന്നു. അവർ കലാപകാരികളാണെന്ന് മനുശങ്കറിന് മനസ്സിലായി. പരുന്തുറുമ്പാൻ്റെ ശവത്തിന് അവകാശികളുണ്ടായിരിക്കുന്നു. അവർ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. കൊലയാളി SPയെ അറസ്റ്റ് ചെയ്യുക. റംബാൻ ഞങ്ങളുടെ രക്തസാക്ഷി. ഓരോ തുള്ളിച്ചോരയ്ക്കും പകരം ഞങ്ങൾ ചോദിക്കും. അതിക്രൂരനായ ഒരു തെരുവുണ്ടയ്ക്ക് ഇപ്പോൾ അനുയായികൾ വന്നിരിക്കുന്നു. സംഘം ചേർന്നൊരു സാധു പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ ഒരുത്തനുമില്ലായിരുന്നു രക്ഷിക്കാൻ. ഇപ്പോഴാ ഗുണ്ടയ്ക്ക് രക്തസാക്ഷിയാക്കുന്നു. മനുശങ്കറിൻ്റെ രക്തം തിളച്ചു. മുഖത്ത് വസൂരിക്കലയുള്ള കറുത്ത തടിച്ച ആ മനുഷ്യൻ മനുശങ്കറിനെ കണ്ടു. കലാപകാരികളുടെ തലവനാണവൻ. അയാൾ തൻ്റെ വസ്ത്രത്തിൻ്റെ 2 പോക്കറ്റുകളിൽ നിന്നും കത്തിയെടുത്ത് നിവർത്തി. 2 ചെറുപ്പക്കാരുടെ നേരെ എറിഞ്ഞുകൊടുത്തു. കത്തികൾ പിടിച്ചെടുത്തുകൊണ്ട് അവർ അയാളെ നോക്കി. കാച്ചിക്കളയാൻ അയാൾ ആംഗ്യം കാണിച്ചു. ഉടനെ ആ ചെറുപ്പക്കാർ മുന്നോട്ട് കുതിച്ചു. മനുശങ്കർ രാജേന്ദ്രനെ മറഞ്ഞു നിന്നുകൊണ്ട് റിവോൾവർ നീട്ടി. കത്തികളുമായി പാഞ്ഞു നിന്നവർ നിന്നു. അടുത്തു വന്ന കൊല്ലും. കത്തി താഴെയിട്, മനു നിർദ്ദേശിച്ചു. അവർ പകച്ചുപോയി. കത്തി താഴെയിടാൻ മനു അലറി. ആ ചെറുപ്പക്കാർ ജീപ്പിന് മറിഞ്ഞു നിൽക്കുന്ന കറുത്ത മനുഷ്യനെ നോക്കി. അവനെ കുത്തിക്കീറടാ എന്ന് അയാൾ ആംഗ്യം കാണിച്ചു. അപ്പോഴേക്കും മനുവിൻ്റെ ഗർജനം വീണ്ടും മുഴങ്ങി. ഒപ്പം മുകളിലേക്കൊരു വെടിപൊട്ടി. ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്നും കത്തി താഴെ വീണു. അവർ ഓടിക്കളഞ്ഞു. മെഗാഫോണിലൂടെ മനുശങ്കർ മുന്നറിയിപ്പ് നടത്തി. പോലീസ് നീതി നടത്താനും സമാധാനം നിലനിർത്താനുമാണ് പരിശ്രമിക്കുന്നത്. പരുന്തുറുമ്പാൻ്റെ നേതൃത്വത്തിലുള്ള റൗഡികൾ ഒരു സാധു പെൺകുട്ടിയെ അപമാനിക്കാനായി പിടിച്ചുകൊണ്ടു പോകുന്നത് നിങ്ങൾ കണ്ടതാണ്. നാളെ നിങ്ങളുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആ റൗഡികളെ പിടികൂടാൻ പോലീസിനെ സഹായിക്കുക. സാറേ, ആ തമ്മാടികളെ ഞങ്ങൾ പിടിച്ചു തരാം. ഞങ്ങളീ നാട്ടുകാരാ. അമ്മാരെ ഭദ്രൻ്റെ ചർച്ചിലിൻ്റെ ഗുണ്ടകളാണ്. എവിടെ നിന്നൊക്കെയോ ആളുകൾ ആ റൗഡികളുടെ നേരെ തിരിഞ്ഞു. നിരപരാധികൾ ഏതാണ് റൗഡികൾ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. നേരം ഇരുട്ടിക്കഴിഞ്ഞു. പെട്ടെന്ന് പോലീസ് വാൻ വന്നു നിന്നു. പ്രക്ഷോഭകാരികൾ വന്ന ജീപ്പുകൾ പാഞ്ഞുപോയി. സ്പെഷ്യൽ പോലീസ് വന്നതോടെ ആ ചന്ത ശൂന്യമായി. ചെരുപ്പുകളും തകർന്ന സാധന സാമഗ്രികളും 2 ശവങ്ങളും പോലീസും മാത്രം അവിടെ അവശേഷിച്ചു. SP മനുശങ്കർ 2 ജീപ്പ് നിറയെ പോലീസും 2 ഇൻസ്പെക്ടർമാരുമൊത്ത് ചർച്ചിൽ രംഗരാജൻ്റെ ബംഗ്ലാവിലേക്ക് പുറപ്പെട്ടു. കടലിനോട് ചേർന്നായിരുന്നു ആ കൂറ്റൻ ബംഗ്ലാവ്. കടൽ തീരത്തു നിന്നും കരിങ്കല്ലിൽ കെട്ടി ഉയർത്തിയ മതിലുകൾ. തിരകളിൽ മതിലിൽ വന്നിടിച്ച് ചിന്നിച്ചിതറുന്ന ശബ്ദം. ഒരു ബോട്ട് തീരത്തോട് അടുത്ത് പാഞ്ഞു പോകുന്നു. ചർച്ചിൽ രംഗരാജൻ്റെ കോട്ടയാണിത്. കൂറ്റൻ ഗേറ്റ്. ഗേറ്റിൽ സിംഹപ്രതിമകൾ. ആ സിംഹത്തിന് പകരം തൻ്റെ തല വയ്ക്കാമെന്നാണ് അവൻ വെല്ലുവിളിച്ചിരിക്കുന്നത്.
ഗേറ്റിൽ കാറ് നിന്നപ്പോൾ മനുശങ്കർ ഓർത്തു. ഒരു പോലീസുകാരൻ ചെന്ന് ഗൂർഖയോട് ഗേറ്റ് തുറക്കാൻ പറഞ്ഞു. മുതലാളി ഇവിടെ ഇല്ല, ആരെയും അകത്തേക്ക് വിടില്ല, കാവൽക്കാരൻ തടഞ്ഞു. മനുവിൻ്റെ കാറിനടുത്തേക്ക് വന്ന ഇൻസ്പെക്ടർ പറഞ്ഞു, സാർ അവൻ ഗേറ്റ് തുറക്കുന്നില്ല. മനു കണ്ണ് കാണിച്ചു. ഇൻസ്പെക്ടറും പോലീസുകാർ അവനെ എടുത്തിട്ടിടിച്ചു. അവൻ നിലവിളിച്ചുകൊണ്ട് ഗേറ്റ് തുറന്നു. അവനെവിടെ കൊണ്ടുവരൂ, മനു നിർദ്ദേശിച്ചു. പോലീസുകാർ വാച്ചറെ തൂക്കിയെടുത്തു കൊണ്ടുവന്നു. അവൻ കരയുകയായിരുന്നു. ചർച്ചിൽ രംഗരാജൻ അവിടെ ഉണ്ടോ? മനു തിരക്കി. ഉണ്ടേ. ഭദ്രനോ? മുതലാളി ഉണ്ടേ. പിന്നെ നീ എന്താ ഞങ്ങളെ കടത്തിവിടാതിരുന്നത്? ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലടാ. ആരെയും മുതലാളി അനുവാദം കൂടാതെ കടത്തിവിടരുതെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. അവൻ കരഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെ ഇവിടെ കാണരുത്, മനസ്സിലായോ? മനു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ കൈകൂപ്പി. SP പിന്നാലെ കാറ് കടന്നുപോയി. പിന്നാലെ ജീപ്പുകളും. കോൺക്രീറ്റ് റോഡ്. കടലിൽ നിന്നും തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പൂന്തോട്ടത്തിനപ്പുറത്തെ കൂറ്റൻ ബംഗ്ലാവ് കാർ പോർച്ചിൽ നിന്നു. മനു ഇറങ്ങിച്ചെന്നപ്പോൾ ചർച്ചിൽ രംഗരാജനും കുറേ ആളുകളും പൂമുഖത്തിരുന്ന് മദ്യപിച്ച് രസിക്കുകയായിരുന്നു. വരണം മിസ്റ്റർ മനുശങ്കർ, ചർച്ചിൽ രംഗരാജൻ സ്വീകരിച്ചു. ഞാൻ നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല, നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എവിടെ അവൻ? എന്തിനാണ് നിങ്ങളവനെ അറസ്റ്റ് ചെയ്യുന്നത്? ചർച്ചിൽ ഉത്കണ്ഠയോടെ തിരക്കി. അവൻ ഗുണ്ടകളെ അയച്ച് ഗീതയെ അപമാനിക്കാൻ ശ്രമിച്ചു. അവളുടെ അമ്മയെയും സഹോദരനെയും ഉപദ്രവിച്ചു. ഗീത ആരാണെന്ന് ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. മിസ്റ്റർ മനുശങ്കർ, നിങ്ങൾ എൻ്റെ മകനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിക്കുകയാണ്. അവന് ഗുണ്ടകളില്ല, അവൻ ആരെയും അയച്ചിട്ടുമില്ല. പരുന്തുറമ്പാൻ നിങ്ങൾ ഗുണ്ടയല്ലേ? അല്ല. നിങ്ങളുടെ ജീപ്പ് എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതെയോ? അതിങ്ങ് തിരിച്ചു തന്നേക്കൂ. ആ ജീപ്പ് കഴിഞ്ഞ രാത്രിയിൽ ആരോ മോഷ്ടിച്ചു പോയിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ പോലീസിൽ പരാതിയിട്ടിരുന്നു. നോ, നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത് മിസ്റ്റർ മനു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അന്വേഷിക്കാം. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പരാതിയുണ്ട്. നിങ്ങൾ പറയുന്ന ഗുണ്ടകളെ പറ്റിയോ ആ ജീപ്പിനെ പറ്റിയോ എനിക്ക് ഒരറിവുമില്ല. ആരെങ്കിലും പറഞ്ഞോ ഭദ്രനാണ് അയാളെ അയച്ചതെന്ന്? ചർച്ചിൽ കോപത്തോടെ ചോദിച്ചു. മനു ഇൻസ്പെക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. അയാൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു. ശരിയാണ് സർ, ജീപ്പ് നഷ്ടപ്പെട്ടുവെന്ന് പരാതിയുണ്ട്. ഇൻസ്പെക്ടർ തിരിച്ചു വന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? മിസ്റ്റർ ചർച്ചിൽ ചിരിച്ചു. ചർച്ചിലിന് ഗസ്റ്റുകളും ചിരിച്ചു. അവരിലൊരുവൻ കറുത്തു തടിച്ച ശരീരമുള്ള മനുഷ്യൻ മനുവിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. അവൻ്റെ കണ്ണുകളും പാടുകളും മുമ്പ് കണ്ടിട്ടതുപോലെ. ഗസ്റ്റുകൾക്കിടയിലേക്ക് കയറി ചെന്ന് മനു അവൻ്റെ കോളറിൽ പിടിച്ചുയർത്തി. നീയല്ലേ അവിടെ വന്ന് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത്? മനു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. സത്യം പറയണം. അല്ല, നീ തന്നെ. നിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. മനു അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. എൻ്റെ ഗസ്റ്റുകളെ അപമാനിക്കരുത്. ചർച്ചിൽ രംഗരാജൻ പരിഭ്രാന്തനായി തടഞ്ഞു. തൻ്റെ ഗസ്റ്റുകൾ? ഇവന്മാരൊക്കെ ക്രിമിനലുകളല്ലേ? മനു മുരണ്ടു. മിസ്റ്റർ, നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം, ഒരുവൻ പറഞ്ഞു. ഞാൻ മുൻ MLA ആണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഞങ്ങളൊക്കെ മാന്യന്മാരാണ്. ഞങ്ങളുടെ വില നിങ്ങൾക്കറിയില്ല. പാർട്ടിയുടെ ഒരു മുഴുവൻ സമയ പ്രവർത്തകനെയാണ് നിങ്ങൾ കൊന്നുകളഞ്ഞത്. കൊല ചെയ്യാൻ നിങ്ങൾക്കാരാ അധികാരം തന്നത്? മെലിഞ്ഞ മറ്റൊരു നേതാവ് ചോദിച്ചു. മനു അവനെ അടിക്കാൻ കൈ ഉയർത്തിയപ്പോൾ ഭദ്രൻ അതിൽ കടന്നു വന്നു. അടിച്ച് വെളിയിലിറക്കി ഡാഡി, പോലീസിന് ഇവിടെ എന്താ കാര്യം? അവൻ കുട്ടിയാനയെ പോലെ മനുവിൻ്റെ അടുത്തേക്ക് വന്നു. പിടിച്ചുയർത്തിയ മനുഷ്യനെ താഴേക്കിട്ടിട്ട് മനു അവൻ്റെ നേരെ തിരിഞ്ഞു. നിന്നെ പിടിച്ചു കെട്ടി കൊണ്ടുപോകും എനിക്കറിയാം, പക്ഷേ ഈ ഒരു അവസരം ഇതുകൂടി നിനക്ക് ഞാൻ തരുന്നു നന്നാവാൻ. നിന്റെ ശല്യം ആർക്കെങ്കിലും ഉണ്ടായാൽ തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. മനു മുന്നറിയിപ്പ് കൊടുത്തു. പിന്നെ ചർച്ചിൽ രംഗരാജൻ്റെ നേരെ തിരിഞ്ഞു. മകനോട് മാത്രമല്ല, അപ്പനോടും കൂടിയാണ് പറഞ്ഞത്. പുറപ്പെടുന്നതിന് മുമ്പ് മനു അവിടെ ഇരുന്ന മാന്യന്മാരായ അതിഥികളെ നോക്കി പറഞ്ഞു. കാണാം, നിങ്ങളുടെയൊക്കെ യോഗ്യതകളൊക്കെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. മനുവിന് നിരാശയായിരുന്നു. താനിയുടെ വരുമെന്ന് അവൻ മുൻകൂട്ടി കണ്ടിരിക്കുന്നു. ഒരു ഗുണ്ടയെങ്കിലും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ താനവനെ തൂക്കിയെടുത്തേനെ. മനു പോയി കഴിഞ്ഞപ്പോൾ ചർച്ചിൽ രംഗരാജൻ്റെ അതിഥികളുടെ പ്രതികാര ചിന്ത കത്തി ജ്വലിച്ചു. അവർ ചില അഭിപ്രായങ്ങളും പറഞ്ഞു. അവൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മരണശൈലിയിൽ കാല് രണ്ടുമില്ലാതെ ഇഴഞ്ഞു നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ചർച്ചിൽ രംഗരാജൻ മുരണ്ടു. അപ്പോഴേക്കും ഭദ്രൻ മുന്നോട്ട് വന്നു പറഞ്ഞു. അപ്പാ, ആ ജോലി എനിക്ക്. എന്നെ ശിക്ഷിച്ചതിൻ്റെ പ്രതികാരം ആളെ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം ഇരുട്ടിൽ വെച്ച് ഞാനത് ചെയ്തുകൊള്ളാം. അവനെ എനിക്ക് വേണം. ആർത്തിരുമ്പുന്ന കടലിലേക്ക് അവൻ നോക്കി പിറുപിറുത്തു.
ഹോസ്പിറ്റലിലെ ഒരു മുറിയിലായിരുന്നു കുമാരിയും ഗോപുവും. മനുശങ്കർ പോലീസുകാരെ വെളിയിൽ നിർത്തി അവിടേക്ക് വന്നു. കുമാരി അമ്മയും ഗോപുവും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട, കിടന്നുകൊള്ളൂ, റെസ്റ്റാണ് ആവശ്യം. മനു സ്നേഹത്തോടെ അവരെ തടഞ്ഞു. ഇപ്പോൾ സുഖം തോന്നുന്നുണ്ടോ? ഉവ്, കുമാരിയമ്മ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു സാരമില്ലെന്ന്. എല്ലാ സൗകര്യങ്ങളും തരാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു വിഷമമില്ല. എപ്പോഴും സിസ്റ്റർമാരും ഡോക്ടർമാരും ഞങ്ങളുടെ അടുത്തുണ്ട്, കുമാരിയമ്മ പറഞ്ഞു. എൻ്റെ മോള് ഗീതയ്ക്കൊരു കുഴപ്പമില്ല. അവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മയ്ക്ക് ഗീതയെ വലിയ കാര്യമാണ്. ഈശ്വര, എന്ത് സുഹൃത്താണ് ഞാൻ രേവതിയോട് ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്നേഹം എന്നോട് കാട്ടാൻ. കുമാരിയമ്മയുടെ സ്വരം കൃതജ്ഞാനിർഭരമായിരുന്നു. മനു ഗോപുവിനോട് തിരക്കി. ഇപ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ, വേദനയ്ക്ക് കുറവുണ്ട്. പിന്നീട് മനു പരിക്കേറ്റ് കിടന്ന പോലീസുകാരനെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ചു. ഗുണ്ടകളിൽ നിന്നും മനുശങ്കർ ഗീതയെ രക്ഷിച്ചതിൻ്റെ പറ്റി പത്രത്തിൽ വാർത്ത വന്നു. SP പ്രശംസിച്ചുകൊണ്ടായിരുന്നു വാർത്തകൾ. കുമാരി അമ്മയും ഗോപുവിനെയും ഡിസ്ചാർജ് ചെയ്ത് അമ്മയും മക്കളും മനുവിൻ്റെ വീട്ടിൽ വന്ന് നന്ദി പറഞ്ഞു. ഗീതയുടെ മുറിവ് ഭേദമായിരുന്നില്ല, പനിക്കാനും തുടങ്ങിയിരുന്നു. അതിനാൽ മനുവിൻ്റെ അമ്മ ഗീതയെ കുമാരി അമ്മയുടെയും സഹോദരനും കൂടെ അയച്ചില്ല. അവളുടെ നിൽക്കട്ടെ കുമാരി, രോഗം മാറി ആരോഗ്യം വരുമ്പോൾ ഞാൻ തന്നെ കൊണ്ടുവന്നേക്കാം. എന്താ? രേവതി അമ്മ പറഞ്ഞു. അവരും സമ്മതിച്ചു. ഗീതയ്ക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു. മനുവിന് നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. വായിക്കാൻ ധാരാളം സമയം. ഗീതി പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിച്ചു. വൈകുന്നേരം ഗീതി വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദീപ അവിടേക്ക് വന്നത്. അപരിചിതയായ യുവതിയെ കണ്ട് ഗീതി എഴുന്നേറ്റു. ദീപയ്ക്ക് ഗീതിയെ കണ്ടപ്പോഴേ മനസ്സിലായി. ഗീതിയുടെ നിഷ്കളങ്ക മുഖഭാവവും ശാലീന സൗന്ദര്യവും ദീപയെ അസ്വസ്ഥയാക്കി. ദരിദ്രയാണെങ്കിലും അവളുടെ മേനിയഴക് സമ്പന്നമാണ്. മനുവിൻ്റെ സംരക്ഷണയിലാണവൾ. ഗീതി ചിരിച്ചെങ്കിലും ദീപ പിന്തിരിഞ്ഞു നടന്നു. അടുത്ത മുറിയിൽ നിന്നും സംസാരം കേട്ടു. ആൻറ്റി, അതാരാ? അത് ഗീതി, എൻ്റെ കൂട്ടുകാരിയുടെ മകളാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ? രേവതി അമ്മയുടെ ശബ്ദം. ആൻറ്റി, നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നാണോ ഇതൊക്കെ? എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ? മോളെ, നിനക്ക് ഗീതയെ അറിയാനിട്ടാണ്. അവളുമായി പരിചയപ്പെട്ടാൽ ദീപയ്ക്ക് ഇഷ്ടപ്പെടും. വാ, ഞാൻ പരിചയപ്പെടുത്താൻ. ഞാൻ അവളെ ചെന്ന് പരിചയപ്പെടാനോ? ഗീതി, ആൻറ്റിയുടെ ശബ്ദം കേട്ടപ്പോൾ ഗീതി വല്ലാതായി. എന്താ? ഇങ്ങ് വരൂ കുട്ടി. ഗീതു മടിച്ചു ചെന്നു. രേവതി അമ്മ പരിചയപ്പെടുത്തി. മനുശങ്കർ വിവാഹം കഴിക്കാൻ പോകുന്ന സുന്ദരി. ഗീതി ദീപയെ നോക്കി പുഞ്ചിരിച്ചു. കുറേ നേരം സംസാരിച്ചിരുന്നിട്ടാണ് ദീപ പോയത്. അവളുടെ വാക്കിലും നോക്കിലും ഒരു പണക്കാരിയുടെ ഭാവം ഉണ്ടായിരുന്നെന്ന് ഗീതയ്ക്ക് തോന്നി. പണമുണ്ടായിട്ടല്ലേ എന്ന് അവൾ സമാധാനിക്കുകയും ചെയ്തു. ഗീതയുടെ പനി മാറി. മുറിവിൻ്റെ സ്റ്റിച്ച് എടുത്തു. വൈകിട്ട് ഗീതി പൂമുഖത്ത് നിൽക്കുമ്പോൾ അകത്തെ മുറിയിൽ നിന്നും ആരോ നിൽക്കുന്നത് പോലെ തോന്നി. അവൾ ആ വിവരം ഗേറ്റിൽ കാവൽ നിന്ന പോലീസുകാരനെ അറിയിച്ചു. അയാൾ അവിടേക്ക് ചെന്നപ്പോഴേക്കും ഒരാൾ ഓടിപ്പോയി. ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ മനു വരുമ്പോൾ ആ വിവരം പറയണമെന്ന് ഗീതി കരുതി. മനു വീട്ടിലേക്ക് തിരിക്കുമ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. റോഡ് വിജനമായിരുന്നു. മെയിൻ റോഡിൽ നിന്നും മനുവിൻ്റെ വീട്ടിലേക്കുള്ള റോഡിലേക്കുള്ള കാറ് തിരിഞ്ഞപ്പോൾ വേഗത കുറഞ്ഞു. ചക്രങ്ങൾ റോഡിൽ വച്ചിരുന്ന ആണികളിൽ കയറി. സർ, ആരോ അള്ളു വച്ചിരിക്കുകയാണ്. ടയറുകളിൽ നിന്നും വായു ചീറ്റുന്ന ശബ്ദം കേട്ട് ഡ്രൈവർ പറഞ്ഞു. കാറ് നിന്നു. പെട്ടെന്ന് 4-5 പേര് ഇരുളിൽ നിന്നും ഓടിയെടുക്കുന്നത് മനു കണ്ടു. അതിനപ്പുറത്ത് തൻ്റെ വീട്ടിലെ വെളിച്ചവും കാണാം. കാറിൻ്റെ ലൈറ്റുകൾ അക്രമികൾ തല്ലിയൊടിച്ചു. മനുവും ഡ്രൈവറും വെളിയിലേക്ക് ഇറങ്ങി. തലക്കടിയേറ്റ ഡ്രൈവർ കുഴഞ്ഞു വീണു. മനുവിൻ്റെ കാലിനാണ് അടികിട്ടിയത്. മനു മറിഞ്ഞു വീണു. നിലവിളിക്കാതെ പല്ല് കടിച്ചു പിടിച്ചു. എതിരാളികൾക്ക് നേരെ റിവോൾവർ തിരിച്ചപ്പോൾ ഒരു ടോർച്ച് മനുവിൻ്റെ മുഖത്തേക്ക് തെളിച്ചു. തോക്ക് പിടിച്ച കയ്യിൽ അടി വീണു. തോക്ക് തെറിച്ചുപോയി. അടിയേറ്റ അയാളുടെ അസ്ഥികൾ നുറുങ്ങി. പാമ്പിനെ കൊല്ലുന്നത് പോലെ അടി വീണു. അമ്മേ! മനു അലറി വിളിച്ചു. മനുശങ്കറിൻ്റെ ദേഹത്ത് തുരുതുര അടി വീണു. അടികൊണ്ട് പുളഞ്ഞു പിടയുന്നതിനിടയിലും മനു തടയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലമായി ഒരു ഇരുമ്പ് വടിയിൽ പിടുത്തമിടാനും അത് ബലമായി പിടിച്ചു വാങ്ങാനും കഴിഞ്ഞു. തൻ്റെ കാലുകൾ തല്ലി തകർക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് മനുശങ്കറിന് തോന്നി. കയ്യിൽ കിട്ടിയ ഇരുമ്പ് വടിയും കൊണ്ട് എതിരാളികളുടെ കാലുകൾ ലക്ഷ്യമാക്കി വീശി. അടികൊണ്ടവർ വീഴുന്ന ശബ്ദം കേട്ടു. മങ്ങിയ വെളിച്ചമേ ഉള്ളൂ. ആ ഭാഗത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ബൾബ് ആരോ ഊരി മാറ്റിയിരിക്കുന്നു. കാലുകൾ അമർത്തി ചവിട്ടാൻ സാധിക്കുമായിരുന്നില്ലെങ്കിലും മനുശങ്കർ ചുറ്റും തിരിഞ്ഞ് ഇരുമ്പുവടി വീശിക്കൊണ്ടിരുന്നു. തിളക്കമുള്ള ഒരു വടിവാൾ ആരോ പ്രയോഗിച്ചു. മനു അത് തടഞ്ഞു. കമ്പിയിൽ വാള് കൂട്ടിമുട്ടിയപ്പോൾ തീപ്പൊരിയുണ്ടായി.
വീണ്ടും അവൻ വടിവാൾ വീശുന്നതിന് മുമ്പ് മനു ഇരുമ്പ് വടി അവൻ്റെ ശിരസിനെ ലക്ഷ്യമാക്കി അടിച്ചു. അടികൊണ്ട് അവൻ ആർത്തലച്ച് താഴെ വീണു. മനുശങ്കർ വരുന്നത് നോക്കി വീടിൻ്റെ പൂമുഖത്ത് നിൽക്കുകയായിരുന്നു ഗീതി. വൈകുന്നേരം ആ മരങ്ങൾക്കിടയിലൂടെ കണ്ട അജ്ഞാത മനുഷ്യനെ അവളിൽ ഭീതിയുടെ വിത്ത് വിതച്ചിരുന്നു. ഇരുട്ടിൽ നിന്നൊക്കെ ആരുടെയോ ആർത്തനാദങ്ങൾ. ഗീതി ഗേറ്റിനടുത്ത് പാറാവ് നിന്ന പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നു. മനുസാറിൻ്റെ കാറാണത്, എന്തോ അപകടം ഉണ്ടായിട്ടുണ്ട്, വേഗം ചെന്ന് നോക്ക്. ഒറ്റ ശ്വാസത്തിൽ അവൾ പോലീസുകാരനോട് പറഞ്ഞു. അയാൾ നടുങ്ങി. തോക്കും 5 സെല്ലിൻ്റെ ടോർച്ചുമായിട്ട് ആ കോൺസ്റ്റബിൾ കാറിനടുത്തേക്ക് ഓടിച്ചെന്നു. ഗീതി മനുവിൻ്റെ അച്ഛൻ രാജമേനോനെയും രേവതിയെയും വിളിച്ചു. ഗീതു മനുവിൻ്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചു ഓടി വന്നു. അയൽക്കാരും വരാൻ തുടങ്ങി. ഗുണ്ടകളെല്ലാം ഇതിനകം ഓടിക്കളഞ്ഞു. എൻ്റെ മോനെ, രേവതിയമ്മ മകനെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു. ഡ്രൈവറും പോലീസുകാരനും എഴുന്നേറ്റ് നിന്നു. രാജമേനോൻ തൻ്റെ മകനെ ഉപദ്രവിച്ചവരെ അവിടെ ആകെ തിരഞ്ഞു. മനുശങ്കർ നിവർന്നു നിൽക്കാൻ പണിപ്പെടുന്നത് ഗീതി കണ്ടു. കാലിനും കൈക്കും അടികിട്ടിയിരിക്കുന്നു. യൂണിഫോം ചോരയിൽ നനഞ്ഞിരിക്കുകയാണ്. മനു കാറിൻ്റെ ഡോർ തുറന്ന് അതിലേക്ക് വീണു. വയർലെസ്സിലൂടെ മെസ്സേജ് കൊടുത്തു. കാറിൽ നിന്നിറങ്ങാൻ ഗീതി സഹായിച്ചു. അവൾ കരയുകയായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകാം, ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതിയല്ലോ, ഡോക്ടർ രേവതിയമ്മ പറഞ്ഞു. ഗീതയും അമ്മയും മനുശങ്കറിനെ ചുമലിൽ താങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി. മനുശങ്കർ കത്തി കൊണ്ട് കാക്കി പാൻസ് കീറി മുട്ടിന് കീഴ്ഭാഗം അഴിച്ചു മാറ്റി. ചതഞ്ഞു പൊട്ടിയ ചോരയൊലിച്ച കാലുകൾ കണ്ട് ഗീത പൊട്ടിക്കരയാതിരിക്കുവാനായി ചുണ്ടുകൾ കടിച്ചമർത്തി. കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഞങ്ങളെ സഹായിച്ചത് കൊണ്ടല്ലേ സാറിന് ഈ അപകടം ഉണ്ടായത്? മനു വേദനയ്ക്കിടയിലും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പോലീസുകാരൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുണ്ട് ഗീതി, താനതോർത്ത് ഭയപ്പെടുകയൊന്നും വേണ്ട. നിയമത്തെ ധിക്കരിക്കുന്നവരും തെമ്മാടികളും ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്, അംഗഭംഗം വരുത്തിയിട്ടുണ്ട്, തല്ലിച്ചതച്ച് ജീവച്ഛവങ്ങളാക്കിയിട്ടുണ്ട്. മനു തുണിയെടുത്ത് രക്തം തുടയ്ക്കാൻ ശ്രമിച്ചു. ഞാൻ തുടയ്ക്കാം. ഗീതി ആ തുണി വാങ്ങി രക്തം തുടച്ചു. രക്തം തുണിയിലും കയ്യിലുമൊക്കെ ആയപ്പോൾ അവൾക്ക് തലകറക്കുന്നുണ്ടെന്ന് തോന്നി. പക്ഷേ നിയന്ത്രിച്ചു. ഓരോ നിമിഷവും അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഗീതി അയാളുടെ മുഖത്തെയും കഴുത്തിലെയും രക്തം തുടച്ചിട്ട് യൂണിഫോം ഊരാൻ സഹായിക്കുകയായിരുന്നു. ഷർട്ടും ക്രോസ് ബെൽറ്റും കസേരയിലിട്ട് അവൾ പറഞ്ഞു. തലയിൽ വലിയ മുറിവ, ചോര നിൽക്കണില്ല. നോക്കട്ടെ, കുട്ടി ടോർച്ച് പിടിച്ച്. രേവതിയമ്മയുടെ നിർദ്ദേശപ്രകാരം ഗീതി പ്രവർത്തിച്ചു. അപ്പം മുറ്റത്ത് വാഹനങ്ങളുടെ ശബ്ദം കേട്ടു. 4 പോലീസ് ജീപ്പുകൾ വന്നു നിന്നു. DYSPയും CI രാജേന്ദ്രനും SI മുഹമ്മദും പോലീസുകാരും. ഉടൻ തന്നെ മനുശങ്കറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. യാത്രക്കിടയിൽ പോലീസ് സൂപ്രണ്ടിൻ്റെ ബോധം മറഞ്ഞു. മനുശങ്കറിനെ കാഷ്വാലിറ്റിയിലെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ രേവതിയമ്മയും ഒപ്പം ചെന്നു. തുടരെ ഫോൺ കോളുകൾ വന്നത് CI രാജേന്ദ്രൻ അറ്റൻഡ് ചെയ്യുന്നു. പത്ര റിപ്പോർട്ടർമാരും ഫോട്ടോഗ്രാഫർമാരും എത്തി. ബാർബറും ഡോക്ടർമാരും ധൃതിയിൽ പോകുന്നത് കണ്ടപ്പോൾ ഗീതിക്ക് ഭയം തോന്നി. മനുശങ്കറിൻ്റെ അച്ഛനും ഗീതിയും പോലീസ് ഓഫീസർമാരും ഇടനാഴിയിൽ കാത്തുനിന്നു. മുറിയുടെ വാതിൽ തുറക്കുന്നതും മനുശങ്കറിനെ ഒരു സ്ട്രെച്ചറിൽ തള്ളിക്കൊണ്ടുവരുന്നതും കണ്ടു. മനുവിനെ ചുരുണ്ടുവടിച്ച മുടി വടിച്ചു കളഞ്ഞിരിക്കുന്നു. മൊട്ടത്തലയിലെ മുറിവിൽ നിന്നും ചോരയൊഴുകുന്നുണ്ട്. സ്ട്രെച്ചർ ചുവന്ന ലൈറ്റ് കത്തുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പോയത്. മോളെ, എൻ്റെ മോൻ. ഡോക്ടർ രേവതിയമ്മ ഗീതിയെ വന്ന് പിടിച്ചു. അവരുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. രാജൻ മേനോൻ ഭാര്യയെ സമാധാനപ്പെടുത്തി. നമ്മുടെ കുട്ടിക്കൊന്നും പറ്റില്ല, നമ്മുടെ ഡോക്ടർമാരല്ലേ നോക്കുന്നത്, ഡോക്ടർ വന്ന് അറിയിച്ചു. ബ്ലഡ് വേണം, അത് കേൾക്കേണ്ട താമസം ഗീതി പറഞ്ഞു. എൻ്റെ ബ്ലഡ് തരാം, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ് എൻ്റേതും. വാ, നേഴ്സ് ഗീതയെ വിളിച്ചു. അവൾ രക്തം കൊടുക്കാൻ പോകുമ്പോൾ ആശുപത്രിക്ക് വെളിയിൽ ഒരു ഫോറിൻ കാർ വന്ന് നിൽക്കുന്നതും സുന്ദരിയായ ഒരു സ്ത്രീയും 2 പുരുഷന്മാരും ഇറങ്ങുന്നതും ഗീതി കണ്ടു. ദീപയായിരുന്നു അത്. കൂടെയുള്ളത് ദീപയുടെ സഹോദരനും ഡാഡിയുമാണെന്ന് ഗീതി കരുതി. രക്തം കൊടുക്കുമ്പോൾ ഗീതി പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശ്വര, അദ്ദേഹത്തിൻ്റെ രക്തം തന്നെയാണ് എന്നെ രക്ഷിച്ചത്. എൻ്റെ രക്തം കൊണ്ട് അദ്ദേഹത്തെയും രക്ഷിക്കണമേ. ഓപ്പറേഷൻ കഴിഞ്ഞ് മനുശങ്കറിൻ്റെ 6 മണിക്കൂർ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടത്തി. പിന്നീട് റൂമിലേക്ക് മാറ്റി. മനു ഉറങ്ങുകയായിരുന്നു. ദീപയും മമ്മിയും അപ്പോഴേക്കും എത്തിയിരുന്നു. രേവതി അമ്മയോടൊപ്പം മനുവിൻ്റെ അടുത്തു നിന്നും ഗീതയോട് ദീപ നീരസത്തിൽ ചോദിച്ചു. മനുവിൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരാണ് അടുത്ത് നിൽക്കേണ്ടത്. നിനക്കിവിടെ എന്താ കാര്യം? ഗീതയ്ക്ക് ആ കുത്തുവാക്കുകൾ മനസ്സിൽ കൊണ്ടു. അവൾ ദീപയൊന്ന് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല.
ഗീതി മാത്രമേ കേൾക്കുകയുള്ളൂ എന്നാണ് ദീപ കരുതിയത്. പക്ഷേ രേവതി അമ്മയും അത് കേട്ടു. അവർ പ്രതികരിക്കുക തന്നെ ചെയ്തു. കുട്ടി, ഗീതി ഇവിടെ നിന്നോട്ടെ. അവളുടെ രക്തമാണ് മനുവിൻ്റെ സിരകളിലൂടെ ഓടുന്നത്. മനുവിൻ്റെ ബ്ലഡ് ബി നെഗറ്റീവ് അല്ലേ? അത് ബ്ലഡ് ബാങ്കിൽ കിട്ടുമായിരുന്നല്ലോ. ദീപ ഉടനെ മറുപടി കൊടുത്തു. രേവതി അമ്മ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ഗീതി തടഞ്ഞു. വേണ്ടമ്മേ, ഞാൻ പുറത്തിരിക്കാം. മുറിക്ക് പുറത്തെ ഇടനാഴിയിലെ ബെഞ്ചിൽ ഗീതി ഇരുന്നു. അവൾക്ക് ദീപയുടെ പിണക്കമൊന്നും തോന്നില്ല. മനുസാറിൻ്റെ പ്രതിസുത വധുവാണ്. ദീപയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കേണ്ടത്. പക്ഷേ നഗരത്തിൽ വളർന്ന പഠിപ്പും പരിഷ്കാരമുള്ള കുട്ടികളുടെ മനസ്സ് കുറച്ചുകൂടി വിശാലമായിരിക്കണ്ടേ. 10 മണിക്ക് രേവതി അമ്മയോടൊപ്പം ഗീതി വീട്ടിലേക്ക് പോയി. മോളെ, ദീപയോട് വഴക്കൊന്നും വിചാരിക്കരുത് കേട്ടോ, രേവതി അമ്മ ഗീതിയോട് പറഞ്ഞു. എന്തിനാണമ്മേ? ദീപയ്ക്ക് മനുവിൻ്റെ കാര്യത്തിൽ മാത്രം സ്വാർത്ഥതയാണ്. ഞാനതപ്പോഴേ മറന്നമ്മേ. അല്ലെങ്കിലും ദീപയല്ലേ മനുസാറിൻ്റെ അടുത്ത് വേണ്ടത്. ഈ ബന്ധം അംഗീകരിക്കാൻ വേണ്ടി ആ കുട്ടി ഡാഡിയുടെയും സഹോദരൻ്റെ അടുത്ത് എത്രയധികം ഫൈറ്റ് ചെയ്തു എന്നറിയോ? മനുസാറിനെ യോജിച്ച പെൺകുട്ടിയാ. വലിയ പണക്കാരല്ലേ? പണം കടൽ പോലെ എൻ്റെ കുട്ടി. എൻ്റെ മനുവിന് പണക്കാരി വേണമെന്നോ എനിക്കോ അദ്ദേഹത്തിനോ ഒരാഗ്രഹമില്ല. അവന് ഇണങ്ങിയവളായിരിക്കണം. ഏറ്റവും വലുത് സമാധാനമാണ്, പണമല്ല. ഈശ്വരൻ അതവന് കൊടുത്താൽ മതിയായിരുന്നു. ആ നല്ല അമ്മ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് അവൾ കണ്ടു. ഉച്ചയ്ക്ക് ഭക്ഷണമായി ചെന്നപ്പോൾ മനു ശങ്കർ കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. ദീപയുണ്ടായിരുന്നു. താനാണ് എനിക്ക് രക്തം തന്നത് അല്ലേ? താങ്ക്സ്. മനു ചിരിച്ചു. ഗീതിയും പുഞ്ചിരിച്ചു. ഇപ്പോൾ സാറിന് എങ്ങനെയുണ്ട്? സുഖം. കൈകളും കാലുകളും പ്ലാസ്റ്ററിൽ, തലയ്ക്ക് 21 കുത്തിക്കെട്ട്. അറിയാതെ ഒന്നനങ്ങിയ മേലാകെ വേദനിക്കും. ഇതിൽ പരം എന്ത് സുഖമാണ് ലോകത്തുള്ളത്? മനു പുഞ്ചിരിച്ചു. ഗീതയുടെ മുഖം വല്ലാതെയായി. വൈകുന്നേരം ദീപ രേവതിയോട് പറഞ്ഞു, ആൻറ്റി പോയിക്കോളൂ, രാത്രിയിൽ ഞാൻ മനുവിൻ്റെ അടുത്തിരുന്നോളാം. മോൾക്കൊരു സഹായത്തിന് ഗീതി കൂടി നിൽക്കട്ടെ. അവളെ പുറത്തെ ബെഞ്ചിലിരുന്നോളൂ. ഡോക്ടറോട് നേഴ്സിനോടും വിളിക്കണമെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി. രേവതി അമ്മ നിർദ്ദേശിച്ചു. ദീപ എതിർത്തില്ല. 11 കഴിഞ്ഞപ്പോൾ മനു ശങ്കർ ഉറങ്ങി. ദീപ അയാളുടെ അടുത്ത് തന്നെ ഇരുന്നു. ഗീതി വെളിയിലെ ബെഞ്ചിലിരുന്ന് രാത്രി വായിക്കുവാനായി അവൾ കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവന്നിരുന്നു. 3 മണിയായപ്പോൾ മനു വിളിച്ചു. ദീപേ, അല്പം വെള്ളം. ഗീതി അത് കേട്ടു. അവൾ കാതോർത്തു. മനു വീണ്ടും പറയുന്നിട്ട് അവൾ വാതിൽ തുറന്ന് ചെന്നു. ദീപ സോഫയിൽ കിടന്ന് നല്ല ഉറക്കമാണ്. എന്താ സാർ, വിളിച്ചോ? അല്പം വെള്ളം ദാഹിച്ച് തൊണ്ട വരളുന്നു. അവൾ ഫ്ലാസ്ക് തുറന്നു. വെള്ളം കുടിക്കണ്ട സാർ, ചായ ഉണ്ട്, ചൂട് പോയിട്ടില്ല. അവൾ ചായ പകർന്ന് അയാളുടെ വായിലേക്ക് അല്പാൽപമായി ഒഴിച്ചു കൊടുത്തു. ഒരു ഗ്ലാസ് തീർന്നപ്പോൾ അവൾ ചോദിച്ചു, ഇനി വേണോ സാർ? വേണ്ട, ധാരാളമായി, താങ്ക്സ്. അയാൾ പുഞ്ചിരിച്ചു. ഗീതയ്ക്ക് ആശ്വാസമായി. ഗീതി ഉറങ്ങിയില്ലേ? ഇല്ല, വായിക്കുകയായിരുന്നു. താനൊരു നേഴ്സാകേണ്ടതായിരുന്നു. അതിനുള്ള ഗുണങ്ങളെല്ലാം തനിക്കുണ്ട്. ആ കോംപ്ലിമെൻ്റ് കേട്ട് അവൾ പുഞ്ചിരിച്ചു. എന്നെ നോക്കാൻ വന്ന ഒരാൾ കിടക്കുന്ന കണ്ടില്ലേ? മനു ചിരിച്ചു. ദീപ ഞെട്ടി എഴുന്നേറ്റ് കണ്ണുകൾ തിരുമ്മി നോക്കി. ഗീതയെയും മനു ശങ്കറിനെയും കണ്ട് അവൾ അമ്പരപ്പോടെ എഴുന്നേറ്റു. നിനക്കെന്താ ഇവിടെ കാര്യം? മനുവിനെ നോക്കാൻ ഞാനിവിടെ ഇല്ലേ? ചൂടാവണ്ട സാറേ. മനു ചിരിച്ചു. തൊണ്ട വരണ്ടപ്പോൾ അല്പം വെള്ളത്തിന് ഞാൻ എത്ര തവണ തന്നെ വിളിച്ചെന്നറിയുമോ? തൻ്റെ കൂർക്കം വലിയിട്ട് ഉറക്കം നഷ്ടപ്പെട്ട ഞാൻ തനിക്ക് കൂട്ടിരിക്കുകയായിരുന്നു. ദീപയ്ക്ക് കുറ്റബോധം തോന്നി. സോറി മനു. ഇറ്റ്സ് ഓക്കെ ബേബി. AC റൂമിൽ കിടന്നുറങ്ങുന്ന ദീപ ഈ ആശുപത്രിയിൽ കിടന്നത് തന്നെ വലിയ കാര്യം. മനു പുഞ്ചിരിച്ചു. രാവിലെ ഓർത്തോപീഡിക്സ് ഡോക്ടർ മാത്യൂസ് വന്ന് മനു ശങ്കറിൻ്റെ കൈകളും കാലുകളും പിടിച്ച് പരിശോധിച്ചു. ഹൗ ആർ യു മിസ്റ്റർ മനു ശങ്കർ? ഡോക്ടർ ചോദിച്ചു. ഐ എം ക്വൈറ്റ് വെൽ സർ. മനു പുഞ്ചിരിച്ചു. ഈ കിടപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. 2 ആഴ്ച കിടന്നേ പറ്റൂ. അത് കഴിഞ്ഞ് 1 മാസം എക്സസൈസും റെസ്റ്റും. മനു ശങ്കറിനെ ഉപദ്രവിച്ചരെ അറസ്റ്റ് ചെയ്തു? ഇല്ല, എനിക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റിയില്ല, ഇരുട്ടായിരുന്നു. ഡോക്ടർ മാത്യൂസ് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ മനു ശങ്കറിന് എഴുന്നേറ്റിരിക്കാമെന്നായി. അന്ന് രാത്രി 11 മണിക്ക് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മാത്യൂസിൻ്റെ വീട്ടിന് മുന്നിൽ ചർച്ചിൽ രംഗരാജൻ്റെ ഫോറിൻ കാർ വന്നു നിന്നു. വിജനമായ പരിസരം. ഡ്രൈവർ ഇറങ്ങി ഡോർ തുറന്നു. ചർച്ചിൽ രംഗരാജൻ ഇറങ്ങി. പൈപ്പ് പുകച്ചുകൊണ്ട് ഗേറ്റ് തുറന്നപ്പോൾ കൂട്ടിലെ നായ കുരച്ചു. വായ മൂടടാ. ചർച്ചിൽ മുരണ്ടുകൊണ്ട് പൂമുഖത്തേക്ക് കയറി. പൈപ്പിൻ്റെ അറ്റം കൊണ്ട് സ്വിച്ചിൽ അമർത്തി. അകത്ത് മണിയടച്ചു. സ്വിച്ചിൻ്റെ താഴെ ചെമ്പ് ബോർഡ്. ഡോക്ടർ മാത്യൂസ്, MBBS, ഓർത്തോ, MS. വായിച്ചു തീർന്നപ്പോൾ വാതിൽ തുറന്നു. ചർച്ചിൽ,
ഡോക്ടർ മാത്യൂസ് അമ്പരന്നു. അയാളെ ഡോക്ടർക്ക് നേരത്തെ അറിയാം. അതെ, ചർച്ചിലെ രംഗരാജൻ. അയാൾ പൈപ്പ് വലിച്ചു. വരൂ, എന്താ ഈ രാത്രിയിൽ? ഡോക്ടർ ഉത്കണ്ഠയോട് ചോദിച്ചു. ചർച്ചിലകത്തേക്ക് ചെന്ന് വാതിലടച്ചു. ഇരിക്കും, ഡോക്ടർ ക്ഷണിച്ചു. ഇരിക്കണ്ട, എനിക്കൊരു കാര്യം അറിയണം. എന്താ? DSP മനോജ് ശങ്കർ രക്ഷപ്പെടുവോ? തീർച്ചയായും, അയാൾക്കൊരു കുഴപ്പമുണ്ടാകില്ല, ഡോക്ടർ അറിയിച്ചു. നോ, അയാൾ രക്ഷപ്പെടരുത്. ചർച്ചിലെ പൈപ്പിലെ പുക വലിച്ചു വിട്ടു. വാട്ട് യു മീൻ? ഡോക്ടർ മാത്യൂസ് അമ്പരന്നു. അവൻ്റെ 2 കാലുകളും എനിക്ക് വേണം. ഓ മൈ ഗോഡ്. ഡോക്ടർ തലക്കടിയേറ്റതുപോലെ നിന്നു. ഇമ്പോസിബിൾ. നിങ്ങൾ അവൻ്റെ കാലുകൾ മുറിച്ചു കളയണം. നിങ്ങൾക്കതിന് കഴിയും. ചർച്ചിൽ രംഗരാജൻ പൈപ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് കോട്ടിൻ്റെ 2 പോക്കറ്റുകളിലും കൈയിട്ടു. ഒരു പോക്കറ്റിൽ നിന്നും 1,00,000 രൂപയുടെ നോട്ടുകെട്ടുകളും മറ്റേ പോക്കറ്റിൽ നിന്നും ഒരു റിവോൾവറും എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഡോക്ടർ മാത്യൂസ് മിഴിച്ചു നിന്നു. മേശപ്പുറത്തേക്കും ചർച്ചിലിൻ്റെ മുഖത്തേക്കും അയാൾ മാറി മാറി നോക്കി. ഇതെന്താണ്? ഡോക്ടറുടെ ശബ്ദം വിറച്ചു. ഈ 2 വഴിയേ നിങ്ങൾക്കുള്ളൂ. ചർച്ചിൽ രംഗരാജൻ അറിയാമല്ലോ. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. അശോഭനായി ചർച്ചിൽ പറഞ്ഞു. ഒന്നുകിൽ 1,00,000 രൂപ എടുക്കാം. നിങ്ങൾക്ക് മനോജ് ശങ്കറിൻ്റെ കാലുകൾ മുറിച്ചു മാറ്റാം. അല്ലെങ്കിൽ ഈ റിവോൾവർ കൊണ്ട് നിന്നെ ഞാൻ കൊല്ലും. 2 മിനിറ്റ് ഞാൻ ഡോക്ടർക്ക് തരുന്നു. ബുദ്ധിയുള്ളവർക്ക് ആലോചിക്കാൻ കൂടുതൽ സമയം വേണ്ട. ചർച്ചിൽ വാച്ചിലേക്ക് നോക്കി. സെക്കൻഡുകൾ പിടഞ്ഞപ്പോൾ ഡോക്ടർ മാത്യൂസ് വിയർത്തൊഴുകി. വീർപ്പുമുട്ടിയ നിമിഷങ്ങൾ. 2 മിനിറ്റ് തീർന്നപ്പോൾ ചർച്ചിൽ റിവോൾവർ എടുത്തു. നോ, ഡോക്ടർ മാത്യൂസ് വിറയാർന്ന കരങ്ങൾ കൊണ്ട് നോട്ടുകെട്ടുകളിൽ പിടിച്ചു. ഗുഡ്. രോഗിയുടെ 2 കാലുകളേക്കാൾ വലുത് സർജൻ്റെ ജീവൻ. ചർച്ചിൽ രംഗരാജൻ ഡോക്ടർ മാത്യൂസിൻ്റെ വിയർത്തൊഴുകുന്ന മുഖത്തേക്ക് നോക്കി ചിരിച്ചു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും.